ലവ് സ്റ്റോറീസിന് പഞ്ഞമില്ലാത്തൊരു സ്ഥലമാണ് ബോളിവുഡ് എന്ന് പറയുന്നത്. ഈ ബോളിവുഡിൽ വരുന്ന ലവ് സ്റ്റോറീസുകളിൽ അതിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അത് തീമായിട്ട് വരുന്ന ലവ് സ്റ്റോറീസ് പറയുന്ന ആ ഒരു സീരീസ് ഇനി ധടക്ക് 3 എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും അവർ പിന്തുടരുക. അപ്പോൾ ഈ ധടക്ക് എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ അതൊരു മറാഠി സിനിമയായിട്ടുള്ള സൈറത്തിൻ്റെ റീമേക്ക് ആയിരുന്നു. അപ്പോൾ ഈ ധടക്കിന് ഒരു നല്ല റെസ്പോൺസ് ഒന്നും ആയിരുന്നില്ല കിട്ടിയിരുന്നത്. ഒരു പെർഫോമൻസ് ആണെങ്കിലും പിന്നെ അതൊരു വളരെ മോശം റീമേക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സൈറത്ത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ റീമേക്ക് വേർഷൻ ആയിട്ടുള്ള ധടക്ക് തലവെക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും മോശം റീമേക്ക് ആയിരുന്നു ധടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ധടക്ക് 2 അനൗൺസ് ചെയ്യുന്ന സമയത്താണെങ്കിലും സിദ്ധാന്ത് ചതുർവേദിയാണ് അതിനകത്ത് നായകനായിട്ട് വരുന്നത്. പിന്നെ തൃപ്തി. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അറിയുന്നവരാണ്. എന്നാൽ പോലും ഈ സിനിമയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി സിനിമ റിലീസായപ്പോൾ നമ്മൾ എല്ലാ സിനിമകളും കാണുന്ന പോലെ ഇത് കാണാമെന്ന് വിചാരിച്ചു. ഇതും ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, അതായത് പരിയേറും പെരുമാൾ, മാധവി സെൽവരാജിൻ്റെ പരിയേറും പെരുമാളുടെ റീമേക്കാണ് ധടക്ക് 2 എന്ന് പറയുന്നത്. ആൻഡ് സർപ്രൈസിംഗ്ലി ഇതൊരു നല്ല റീമേക്കാണ് എന്ന് പറയാം. കാരണം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ്, ഈ ഞാൻ പറഞ്ഞ പോലെ സിദ്ധാന്ത് ഒരു നല്ല പടം, പിന്നെ ഒരു മോശം പടം, പിന്നെ ഒരു നല്ല പടം, പിന്നെ ഒരു മോശം പടം, ഇങ്ങനെയാണ് പുള്ളിയുടെ ഫിലിമോഗ്രാഫി പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മോശം പടം കഴിഞ്ഞിട്ട് യുദ്ധമായിരുന്നു ഒന്നു, അതിനുശേഷം വരുന്നതാണ് ഈ സടക്ക് 2 എന്ന് പറയുന്ന പടം. സടക്കല്ല, ധടക്ക്. സടക്ക് 2ൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നോ. അപ്പോൾ ഈ ധടക്ക് 2ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്ന പെർഫോമൻസ് ആണ്. കാരണം ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് പക്ക കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷേ ഇതിൽ ഇവർ ഫെമിനിസം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഈ മുഴച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒട്ടും ഓർഗാനിക് അല്ലാതെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇതിൽ തൃപ്തി ദിമ്രയുടെ ഒരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സുകളാണെങ്കിലും അത് പെർഫോം ചെയ്ത വിധമാണെങ്കിലും അത് ചില ഡയലോഗ്സ് നമുക്ക് ഉണ്ടാക്കുന്ന ആ സ്പാർക്കിലെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് കുറേ സംഭവങ്ങൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ എലമെന്റ്സ് ഇതിനകത്ത് വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. സിദ്ധാന്തമായിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി നന്നായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ്, അതിൽ സിദ്ധാന്തനാണ് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളത്. പുള്ളി ആ കതിർ അവതരിപ്പിച്ച അതേ റോളൊക്കെ തന്നെയാണ്, ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് ആ ക്യാരക്ടർ കടന്നു പോകുന്നത്. പക്ഷെ പുള്ളി അത് നല്ല രീതിയിൽ കതിറിനെ കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ആ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ പുള്ളിയുടെ സോണിൽ നല്ല നല്ല ആക്ടറാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഗലി ബോയിലൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ആ ഒരു സോണിൽ പുള്ളി കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് തൃപ്തിയുടെ. ഇപ്പോൾ ഒറിജിനൽ വേർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായികക്ക് ഉള്ളതിനേക്കാളും കുറച്ചുകൂടി സീൻസും കുറച്ചുകൂടി ഡയലോഗ്സും പിന്നെ നല്ല ലെയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് തൃപ്തി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തൃപ്തിയുടെ കഴിഞ്ഞ കുറേ പടങ്ങൾ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഗ്ലാമർ ഷോക്കേസ് ആ രീതിയിലൊക്കെയാണ് പോയത്. ഇത് വീണ്ടും ആ പറയുന്ന ബുൽബുൽ ആ ഒരു സോണിലേക്ക് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. നല്ല കിഡിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവായിട്ട് വന്നു, ഞാൻ എടുത്തു പറയുകയാണ്, നെഗറ്റീവ് എന്ന് പറയുന്നത് ഒറിജിനൽ വേർഷനായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് തോന്നുന്ന നെഗറ്റീവാണ്. അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് അല്ല, ഇത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഒറിജിനൽ വേർഷനിൽ നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുരഭിമാനക്കൊല ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഹിറ്റ്മാൻ എന്നൊക്കെ രീതിയിൽ അതൊരു കൊട്ടേഷനായിട്ടൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ഒരു പുതിയ ആളായിരുന്നു, നമ്മൾ ഇതുവരെ സ്ക്രീനിൽ കണ്ടിരുന്ന ഒരു കിളവൻ ക്യാരക്ടർ. അപ്പോൾ ആ കിളവൻ ക്യാരക്ടർ നമുക്ക് നൽകുന്ന ഒരു ക്രീപ്പ് ഉണ്ടായിരുന്നു. അയാൾ അടുത്തതായിട്ട് സ്ക്രീനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്നുള്ളതൊക്കെ ഒരു അൺപ്രഡിക്റ്റബിൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒറിജിനൽ വേർഷനിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പൊ ഈ പടത്തിൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് സൗരഭ് സച്ദേവയാണ്. സൗരഭ് സച്ദേവിനെ നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഇയാളൊരു വില്ലനാണ്, അല്ലെങ്കിൽ ഇയാളൊരു ഹിറ്റ്മാൻ ആണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് എന്നുള്ള ആ ഒരു സംഭവം, അത് നമുക്ക് ആ ഒരു പുതുമയുണ്ടല്ലോ, ആ പുതുമ അങ്ങനെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് നായകന്റെ അച്ഛനെ അവതരിപ്പിച്ച കഥാപാത്രവും. നായകന്റെ അച്ഛനെ അവതരിപ്പിച്ചിരുന്നത് വിപിൻ ശർമ്മയാണ്. വിപിൻ ശർമ്മയുടെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഒരുപാട് നല്ല റോളുകളിൽ പുള്ളിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പുതിയൊരു ഫ്രഷ്നെസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളാണ് രണ്ടുപേരും. പക്ഷെ നമുക്ക് പരിചയമുള്ള മുഖമാണ് അവർ ഈ പറയുന്ന റോളുകൾ വരുമെന്നുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഫ്രഷ്നെസ് ആണ് ഇതിനകത്ത് നഷ്ടപ്പെടുന്നത്. ഈ സൗരഭ് സച്ദേവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്രീപ്പിനെസ് ഇല്ലേ, അതൊന്നും നമുക്ക് കിട്ടുന്നില്ല, അതവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെയാണ് വിപിൻ ശർമ്മയുടെ ഈ അച്ഛൻ റോളും. ഈ അച്ഛൻ്റെ റോൾ അതാണ് നമ്മൾ ഒറിജിനൽ വേർഷനിൽ കണ്ട അതേ സംഭവങ്ങൾ തന്നെ, അതേ നാടകീയമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ നമുക്ക് ഒറിജിനൽ വേർഷനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് അതിവിടെ മിസ്സിംഗ് ആണ്. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ ഫെമിനിസവും പിന്നെ അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റീമേക്കാണ് പോകുന്നത്. ഞാനൊരു കിഡിലൻ പടം എന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നും ഒന്നുമല്ല പറയുന്നത്. കാരണം ഒരുപാട് സിനിമകൾ സൗത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് റീമേക്ക് ചെയ്ത് നശിപ്പിക്കുന്നതാണ് ബോളിവുഡിൽ നിന്ന് ഒരുപാട് പരാതികളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അങ്ങനെ പരാതി പറയാൻ പറ്റിയ ഒരു സിനിമയല്ല ഈ പറയുന്ന ധടക്ക് 2. ഇതൊരു അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റീമേക്കാണ്.
അപ്പോൾ ഒറിജിനൽ വേർഷൻ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കാരണം ഒറിജിനൽ വേർഷനിൽ ഇല്ലാത്ത കുറച്ചുകൂടി പൊളിറ്റിക്കലി കുറേ നല്ല കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒറിജിനൽ വേർഷൻ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക.